എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഫോൺ വിളിക്കാറില്ലേ? നമ്മളൊക്കെ ഒരു ദിവസം എത്ര പേരെയാണ് ഫോണിലൂടെ വിളിക്കുന്നത്? അതുകൂടാതെ വാട്സപ്പിലൂടെയും മറ്റു മാധ്യമങ്ങളും നമ്മൾ അതിന് ഉപയോഗിക്കുന്നില്ലേ? അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് മാധ്യമങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമാണോ നിങ്ങൾക്ക്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദൂരെയുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഓക്കെ, ഫോണിലൂടെ ചെയ്യുന്നു. പിന്നെ വാട്സപ്പിലൂടെ ചെയ്യുന്നു. കമ്പ്യൂട്ടറിലൂടെ നമുക്ക് വേറെ പല പ്രോഗ്രാംസ് കമ്പ്യൂട്ടറിലൂടെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിലും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇനി പണ്ട് കാലത്ത് നിങ്ങളുടെ ചാച്ചമാർ, നിങ്ങളുടെ അപ്പച്ചമാർ, അമ്മച്ചമാർ അവരൊക്കെ എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാവോ? കത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ? കത്ത് എഴുതിയായിരുന്നു അവർ. ഇന്ന് നമ്മൾ ഒത്തിരി അങ്ങനെ ഉപയോഗിക്കില്ല, എന്നാലും ചിലവരൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ കത്ത് ഉപയോഗിച്ചാണ് അവർ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫോണുണ്ട്, വാട്സപ്പുണ്ട്, അങ്ങനെ വേറെ പല മാധ്യമങ്ങളിലൂടെയാണ് മറ്റുള്ളവരോട് നമ്മൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ആഴമായി പഠിക്കാം. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? ആർ യു റെഡി? മാധ്യമങ്ങളുടെ ലോകത്തിലേക്ക് ഒരു ചെറിയ ഗെയിമിലൂടെ നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇത് നമ്മൾ കളിക്കാൻ പോകുന്നൊരു ഗെയിമാണ്. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. ഇവിടെ സ്ക്രീനിൽ കൂടെ ചില ചിത്രങ്ങൾ കാണിക്കും. ഇന്ന് നമ്മൾ ലോകത്തിൽ ഉപയോഗിക്കുന്ന പല മാധ്യമങ്ങൾ, ഓക്കെ, അതിൻ്റെ സിമ്പിൾസാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് ഉത്തരം അറിയുന്നവർ കൈ പൊക്കുക. കൈ ഉയർത്തി ആരാണോ ഫസ്റ്റ് കൈ ഉയർത്തുന്നത് സിസ്റ്റർ അവരോട് പറയും. അവർ മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. ഓക്കെ, സോ ആർ യു റെഡി? യെസ്. ആർ യു റെഡി? യെസ്. ഓക്കെ, ഫൈൻ. ഇനി അങ്ങോട്ട് നോക്കിക്കോ സ്ക്രീനിലേക്ക്. ഇത് എന്തിൻ്റെ സിമ്പിളാണ്? ഏത് സോഷ്യൽ മീഡിയയുടെ സിമ്പിളാണ് ഇത്? ഓക്കെ, ഡയനയ്ക്ക് കൊടുക്കാം. ഇത് എന്തിൻ്റെ സിമ്പിളാണ് ഡയന? ഫേസ്ബുക്കിൻ്റെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. ഇതാർക്കറിയുന്നേ? ഓക്കെ, ടോംസ്. മെസ്സഞ്ചർ. മെസ്സഞ്ചർ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ഇതാർക്കറിയുന്നേ? ആൻസ്ലിൻ. വാട്സപ്പ്. വാട്സപ്പ്, വെരി ഗുഡ്. നെക്സ്റ്റ് ടോംസ്. ട്വിറ്റർ. ഓർക്കെ പറഞ്ഞേ? ട്വിറ്റർ. ട്വിറ്റർ, വെരി ഗുഡ്. അടുത്തത് അന്മേരി കൊടുക്കുക. അന്മേരി. ഗൂഗിൾ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ ലിയായി കൊടുക്കുക. ജിമെയിൽ അല്ലേ? നമ്മൾ ഇമെയിലൊക്കെ അയക്കുന്നതിൻ്റെ സിമ്പിളാണ്. ഇനി അടുത്തത് ആർക്കറിയുന്ന? ഇനി വേറെ ആർക്കും? ഓക്കെ, ലിയയ്ക്ക് കൊടുക്കുക. സ്കൈപ്പ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഓക്കെ, ഇവിടെ അഗ്നസ്. എന്തിൻ്റെ ചിഹ്നം അത്? സിമ്പിൾ അത്? നോ, തെറ്റ്. ഇതാർക്കറിയുന്നേ? ഓക്കെ, ആൻമേരിക്ക് അറിയാം. ഇൻസ്റ്റാഗ്രാം, വെരി ഗുഡ്. ഇനി അടുത്തത് ഓക്കെ, നോയലിന് കൊടുക്കുക. യൂട്യൂബ്, വെരി ഗുഡ്. ഇത് ഓക്കെ, ഗിവ് ഇറ്റ് ഇത്. ലൈക്ക്, നമ്മൾ ഫേസ്ബുക്കിൽ അടിക്കുന്ന ലൈക്കാണ് ഇത്. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ മാധ്യമങ്ങൾ, ചിഹ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതല്ല, ഇത് ജസ്റ്റ് ഫ്യൂ ആണ്. നമ്മൾ അനുദിനം ഡെയിലി ലൈഫിൽ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സോഷ്യൽ മീഡിയാസിൻ്റെ സിമ്പിൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ചെറിയ കളിയിലൂടെ മനസ്സിലാക്കിയത്. ഇനി ഇതുകൂട്ട് പലവിധ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ഇനി നമുക്ക് പരിചയപ്പെടാത്തതും ഇനി പരിചയപ്പെടാനിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയാസിനെ കുറിച്ച് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് സോഷ്യൽ മീഡിയാസ് എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഇപ്പം നമ്മൾ കുറേ സോഷ്യൽ മീഡിയാസിൻ്റെ സിമ്പിൾസും ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമുക്ക് സോഷ്യൽ മീഡിയാസിലൂടെ ഒത്തിരിയേറെ നന്മകളുമുണ്ട്, തിന്മയുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയൊരു തിന്മയാണ് ഒരു ഗെയിമിലൂടെ. ആ ഗെയിമിൻ്റെ പേരെന്താ? ബ്ലൂ വെയിൽ അല്ലേ? ഈ ബ്ലൂ വെയിലൂടെ ഒത്തിരിയേറെ പിള്ളേരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. ഒത്തിരിയേറെ പേരൻസ് സങ്കടത്തിൽ ചെന്ന് പെട്ടു അല്ലേ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇന്നത്തെ ദിവസം ഒന്ന് മോണോ ആക്റ്റിലൂടെ നമുക്കൊന്ന് നോക്കാം. ഈ മോണോ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട്. പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് മേലറ്റിനെ ക്ഷണിക്കാം. ഇന്ന് മേലറ്റ് നമുക്ക് വേണ്ടിയിട്ട് മോണോ ആക്റ്റിലൂടെ ഈ ബ്ലൂ ഗെയിമിനെ കുറിച്ചും അതിലൂടെ ഉണ്ടായ വിപത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരും.
നമുക്ക് ക്ഷണിച്ചാലോ കൈയടി കൊടുത്തിട്ട്? അഭിവന്ദ്യ സദസ്സിന് നമസ്കാരം. കണ്ടില്ലേ കരികാല ഗോമരങ്ങൾ ഉറഞ്ഞു തുള്ളണത് കണ്ടില്ലേ? ഇത് കഷ്ടകാലമായിപ്പോ. ചാക്യാർ കൂത്തിലെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കിയാണ് നാം ഇപ്പോൾ ഒരു ഏകാഭിനയം. ദേ അവനെന്താ വന്ന പാടെ കയറി കഥ അടിച്ചിരിക്കുന്നേ? എനിക്കെന്തോ പേടിയാവുന്നു. എന്റെ പ്രിയേ, നീ ഒന്ന് സമാധാനിക്ക്. അവൻ ഹോസ്റ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. നീ ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്ക്. ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോയി കുറച്ച് മീൻ വാങ്ങിട്ട് വരാം. ചെല്ല്. എനിക്ക് ജയിക്കണം. കഴിഞ്ഞ 3 ടാസ്കുകളും അതിസാഹസികമായിട്ടാണ് ഞാൻ ജയിച്ചത്. ഇതും ഞാൻ ജയിക്കും. മോനെ, കഥക് തുറക്ക്. ദേ ചായ കുടിക്ക്. മോനെ, പ്രിയേ, എന്താടാ നീ കാണിച്ചത്? ഇത് ഞാൻ ജയിച്ചു. നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? അല്ലാതെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവന് മുറിയിലിട്ട് പൂട്ടിയിരിക്കല്ലേ കുട്ടി. അവൻ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ ഒരു പന്തികേട്. നീ അവനെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കേ. വരും മോനിരിക്കേ. നിങ്ങൾ പുറത്തേക്ക് വന്നോളൂ കേട്ടോ. മോൻ പറ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് ജയിക്കണം. കണ്ടോ, ഇതുപോലെ എത്ര ടാസ്കുകൾ ഞാൻ ജയിച്ചു. ഇനി ഒരു ടാസ്കും കൂടെ, അതും ഞാൻ ജയിക്കും. നമുക്ക് ജയിക്കാം. അതിനു മുമ്പ് മോനൊന്ന് ഉറങ്ങണ്ടേ? ഉറക്കം വരുന്നില്ല ഡോക്ടറെ. സാരില്ലെന്നേ, ഞാൻ ഉറക്കാം. നഴ്സ്, ഡോക്ടറെ, എന്താ എൻ്റെ മോന് പറ്റിയത്? ഞാൻ എന്താ പറയാ, കുറച്ചു കാലമായി ലോകം ഉറ്റുനോക്കുന്നൊരു ഭയം, അത് നിങ്ങളുടെ മകനെയും ബാധിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടറെ. റഷ്യയിലെ ഏതോ ഒരു ഭ്രാന്തന്റെ മസ്തിഷ്കത്തിൽ മുളച്ചു പൊന്തിയ ഒരു വിപത്ത്, കളിച്ചു മരിക്കുക എന്ന വിപത്ത്. ബ്ലൂ വെയിൽ എന്നാണ് ആ ഭ്രാന്തൻ എതിരിട്ടിരിക്കുന്ന പേര്. എൻ്റെ മോനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല ഡോക്ടറെ. ഒരുപാട് വൈകിപ്പോയി. നോക്കട്ടെ. ഇതാ എൻ്റെ അവസാന നിമിഷവും പകർത്താൻ ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളും എന്നെ സ്നേഹിച്ച എല്ലാവരും എന്നോട് ക്ഷമിക്കണം. രവി, എന്താ എല്ലാരും കൂടെ? രവി, നിന്റെ മോൻ ആശുപത്രിയുടെ മുകളിൽ നിന്ന് ചാടി പോയി. മോനെ, എന്തിനാടാ നീ ഇതെന്നോട് ചെയ്തത്? എന്നോട് ഞാൻ എൻ്റെ മോനെ ഒന്ന് കണ്ടോട്ടെ. മോനെ, എന്തിനാടാ നീ ഇതെന്നോട് ചെയ്തത്? ഒന്ന് കണ്ണ് തുറക്കടാ മോനെ, എന്നെ ഒന്ന് നോക്കടാ. എന്റെ മോനെ കൊണ്ടല്ലേ മോനെ? ആർക്കും വേണ്ടാത്തവരെ കൊല്ലാനാണ് ഈ കളി എന്നല്ലേ പറഞ്ഞ്? എന്റെ മോനെ ആർക്കും വേണ്ടാത്തവനാണോ? ഈ ഭ്രാന്ത കളി കളിച്ച് മരിച്ചവരൊക്കെ ആർക്കും വേണ്ടാത്തവരായിരുന്നോ? എന്തിനാ ഇങ്ങനെ ആളെ കൊല്ലുന്ന കളികൾ ഉണ്ടാക്കുന്നത്? ഇതുകൊണ്ട് ഇവരെന്തിനാ ഇത് അന്ധമായി അനുകരിക്കുന്നത്? മോനെ, ഇത് ഒരു അമ്മയുടെ മാത്രം കണ്ണുനീരല്ല, അനേകായിരം അമ്മമാരുടെ കണ്ണുനീരാണ്. ഈശ്വരൻ നൽകിയ മഹത്തായ ജന്മമാണ് മനുഷ്യജന്മം. അതിങ്ങനെ സ്വയം തച്ചുടയ്ക്കാനുള്ളതല്ല. ഓർക്കുക, ഈ കളി ഒരിക്കൽ കളിച്ചാൽ പിന്നെ നിങ്ങളുടെ മരണമാണ് മരണം. ഇത്തരം വിപത്തുകൾക്കെതിരെ കുട്ടികളായ നമുക്ക് ഉണർന്ന് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം. നമുക്കൊരു നല്ല കയ്യടി കൊടുത്താലോ മോണോ ആക്ടിന്? നിങ്ങളിപ്പോൾ ഈ മോണോ ആക്ട് കണ്ടല്ലേ? എന്താ ഈ മോണോ ആക്ട് നിങ്ങൾക്ക് മനസ്സിലായേ? എന്തിനെ കുറിച്ചായിരുന്നു ഈ മോണോ ആക്ട്?
ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച് അല്ലേ? അതിനകത്ത് അപ്പനും അമ്മയ്ക്കും സന്തോഷമായിരുന്നോ? അല്ല. അല്ല, അവരുടെ മോനെ നഷ്ടപ്പെട്ടു അല്ലെ? ആ ഗെയിം കളിച്ച് നഷ്ടപ്പെട്ടു. അതേ സമയത്ത് അവൻ്റെ പപ്പയും അമ്മയും അനുസരിച്ചായിരുന്നെങ്കിലോ മരിക്കുമായിരുന്നോ? ഇല്ല. ഒരു പക്ഷേ അതിനകത്ത് പുറത്തോട്ട് വരായിരുന്നു അല്ലെ? ഡോക്ടേഴ്സിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, പേരൻസിനും ചെയ്യാൻ പറ്റിയില്ല. അത് ഒത്തിരി ലേറ്റ് ആയിപ്പോയി അല്ലേ? അവർക്ക് ഒരു പക്ഷെ അവൻ നേരത്തെ അവൻ്റെ പേരൻസിനോട് ഇതിനെക്കുറിച്ച് പറയും, പേരൻസ് പറയുന്നത് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ, അനുസരിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു വിപത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ലായിരുന്നു അല്ലേ? ഇതുപോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ്. ഇനി ഇതിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. നമുക്ക് ആദ്യമേ ഇതിന് നന്മകളെ കുറിച്ചൊന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാം. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടാൻ അല്ലെ? പണ്ട് കാലത്ത് നമ്മൾ കത്തെഴുതി അത്രയും ദൂരെ വിദേശത്തിലൊക്കെ എത്തണമെങ്കിൽ ഒത്തിരി സമയം പിടിക്കുമായിരുന്നു അല്ലേ? പിന്നെ അവർ തിരിച്ചയക്കണേ അതിനേക്കാളും സമയമെടുക്കും. പക്ഷെ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യില്ലെങ്കിൽ ഒരു ക്ലിക്ക് കൊണ്ട് നമുക്ക് അപ്പുറത്ത് ഇല്ലെങ്കിൽ ദൂരെ വിദേശത്തിലുള്ള ആൾക്കാരെ പോലും നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പം അതിൽ അങ്ങനെ ഒരു നന്മയുണ്ട്. ഇനി രണ്ടാമത്തെ നന്മയാണ് നമുക്ക് ഒത്തിരിയേറെ ജ്ഞാനം കൊണ്ട് നമുക്ക് ഒത്തിരിയേറെ വളരാൻ പറ്റും. ഒത്തിരിയേറെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് സ്കൂളിലൊരു അസൈൻമെൻറ്റോ ഇല്ല ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്കൊരു ഹോം വർക്ക് തന്നു, ഇല്ല ഒരു പ്രോജക്റ്റ് വർക്ക് തന്നു അല്ലേ? നമുക്ക് ഇൻ്റർനെറ്റിലൂടെയും ഗൂഗിളിലൂടെയും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ അതിനുള്ള ഹെൽപ്പ് കിട്ടുന്നുണ്ട്, മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് വർക്ക് പറഞ്ഞ് അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലം വരെ പോകണമെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ അറിവ് കിട്ടും. എന്തിലൂടെ? സോഷ്യൽ മീഡിയാസിലൂടെ അല്ലെ വേറെ പല മാധ്യമങ്ങളിലൂടെ. ഇനി മൂന്നാമത്തെയാണ് നമുക്ക് സിസ്റ്റർ ആദ്യമേ പറഞ്ഞ പോലെ പരസ്പരം ബന്ധപ്പെടാൻ പറ്റും. രണ്ടാമത്തെ നമുക്ക് വളരാൻ പറ്റും. നമുക്ക് ജ്ഞാനത്തിൽ നമുക്ക് വളരാൻ പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇനി അതിനൊപ്പം തന്നെ നമ്മൾ മാത്രമല്ല വളരുന്നത്, മറ്റുള്ളവരെയും നമുക്ക് വളർത്താൻ പറ്റും അല്ലെ? ഏറ്റവും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരിയേറെ നന്മകളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ തിന്മയുടെ വശം എന്താണ്? നമ്മൾ തെറ്റായ വഴിയിലൂടെ ചെന്ന് ചാടുന്നുണ്ട് അല്ലേ? തെറ്റായ രീതികൾ. ഇനി അതെങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ പേരൻസിൻ്റെ സഹായമില്ലാതെ ഇല്ലെങ്കിൽ മുതിർന്നവരുടെ സഹായമില്ലാതെ ചെയ്യുമ്പോഴാണ് നമ്മൾ തെറ്റായ വഴിയിലൂടെ ചെന്ന് നമ്മൾ ചാടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിസ്റ്റർ പറയാം. നിങ്ങൾക്ക് പനി പിടിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവും അല്ലേ? അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രി പോവും. എന്നിട്ട് ഡോക്ടർ എന്താ ചെയ്യുന്നത്? മരുന്ന് തരും. മരുന്ന് എഴുതി തരും അല്ലേ? ഡോക്ടർ നമ്മളെ നോക്കും, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മരുന്ന് തരും. അതിൻ്റെ ഡോക്ടർ പറയും എപ്പോഴാണ് എങ്ങനെയാണ് എടുക്കേണ്ടത്. ചിലപ്പം ചോറ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിരിക്കും. അങ്ങനെ പല രീതി ഡോക്ടർ പറഞ്ഞു തരും അല്ലേ? ഇനി നിങ്ങൾ വീട്ടിൽ വന്നു, അപ്പം പപ്പയ്ക്കും മമ്മിക്കാണെങ്കിൽ ശരിക്കും അറിയും. ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് പപ്പയ്ക്കും മമ്മിക്കായിരിക്കും ഇത് ശരിക്കും അറിയുന്നത്. അപ്പം നിങ്ങൾ പപ്പയുടെയും മമ്മിയുടെയും ചോദിക്കാതെ തെറ്റായ മരുന്നെടുത്ത് കഴിച്ചാൽ എന്ത് സംഭവിക്കും? അസുഖം കൂടും അല്ലെ? വേറെ പല അസുഖങ്ങളായി മാറും എന്ന് പറഞ്ഞ പോലെയാണ് ഈ സോഷ്യൽ മീഡിയ നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നതാണ്. പക്ഷേ അത് നമ്മൾ തെറ്റായ രീതിയിലും നമ്മുടെ പേരൻസിൻ്റെയും മുതിർന്നവരുടെയും ടീച്ചേഴ്സിൻ്റെ സഹായം കൂടാതെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ തെറ്റായ വഴിയിൽ ചെന്ന് ചാടുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലായിരിക്കുമ്പം നിങ്ങളുടെ കൂട്ടുകാർ കാണും. അപ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും പറയും, എന്തെങ്കിലും കാണിക്കും, ഉടനെ നമ്മൾ അത് പോയി ചെയ്യാൻ പാടില്ല, അത് ഉടനെ പോയി നമ്മൾ കാണാൻ പാടില്ല. കാരണം എന്താ? അത് നമുക്ക് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ നിങ്ങളുടെ പപ്പയും മമ്മിയുടെ അടുത്ത് വന്ന് പറയണം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മോണോ ആക്റ്റിൽ ആ കുഞ്ഞ് അവന് വന്ന് അവൻ്റെ പപ്പയും മമ്മിയോട് പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഇന്ന് ലോകത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു അല്ലേ? അപ്പം നിങ്ങളുടെ പപ്പയുടെയും മമ്മിയോടും ആദ്യമേ പറയണം. എന്നിട്ട് അവർ പറയുന്ന പോലെ വേണം നമ്മൾ ചെയ്യാൻ. ഇനി ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീയ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് ഈശോ പൗലോസ്ലീയ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? ഇപ്പം ഡിയോൾ നമുക്ക് വേണ്ടിയിട്ട് വചനം വായിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 23-ാം വാക്യം. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഒരിക്കലും വായിക്കും ഡിയോളെ. എന്നിട്ട് ഡിയോൾ പറയും, നിങ്ങൾ ഏറ്റു പറയണം. പറഞ്ഞു കൊടുത്തേ അവർക്ക്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 23-ാം വാക്യം. എല്ലാം നിയമാനുസൃതമാണ്, ഏറ്റു പറഞ്ഞേ. എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല.
എല്ലാം പ്രയോജനങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്. എല്ലാം നിയമാനുസൃതമാണ്. എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എല്ലാം പടുത്തുയർത്തുന്നില്ല. ഓക്കെ, താങ്ക് യു. സെറ്റ്. അപ്പം ഇപ്പം മനസ്സിലായില്ലേ? വചനം പറയുന്നുണ്ട് എല്ലാം നിയമാനുസൃതമാണ് അല്ലേ? എവറിത്തിങ് ഇസ് ലോഫുൾ ബട്ട് എവറിത്തിങ് ഇസ് നോട്ട് യൂസ്ഫുൾ കേട്ടോ. എല്ലാം നമുക്ക് ഇന്ന് കിട്ടുന്ന സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും വാട്സപ്പ് ആയാലും അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്നത്തെയാണ് വാട്സപ്പ്. ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഇന്ന് വാട്സപ്പ് ഉപയോഗിച്ചെന്ന് ഓർത്തൊരു പോലീസൊന്നും നിങ്ങളെ പിടിക്കുമോ? ജയിലിൽ കൊണ്ടിടുവോ? ഒന്നും സംഭവിക്കില്ല. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും നമുക്ക് പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇതുപോലെ വേറെ പലതും ഉണ്ട്. അപ്പം എല്ലാം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എല്ലാം നമ്മളെ വളർത്തുവോ? ബ്ലൂ ഗെയിം ഇപ്പം വളർത്തിയോ? അവനെ വളർത്തിയോ? മോണോ ആക്ടിൽ നമ്മൾ കണ്ട ബ്ലൂ ഗെയിം ആ കുഞ്ഞിനെ വളർത്തിയോ? ഇല്ല. അവൻ്റെ ജീവിതം നശിപ്പിച്ചു. അവൻ്റെ മാത്രമല്ല, അവൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂട്ടുകാരുടെയും ചേട്ടൻ്റെയും അനിയൻ്റെ എല്ലാവരുടെയും ജീവിതം അല്ലേ അത് ദുഃഖത്തിലാക്കി, അവരെല്ലാം സങ്കടത്തിലാക്കി. അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ മരിച്ചത് ഈ ഒറ്റ ഒരു ഗെയിമിലൂടെ. നമ്മളൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട്, പക്ഷേ ആ ഗെയിംസ് നമ്മളെ വളർത്തണം, തളർത്തുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമുക്ക് ആവശ്യമാണ്. ഈശോ തന്നൊരു ദാനമാണ് മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടാനും മറ്റുള്ളവരായിട്ട് സ്നേഹം പങ്കുവെക്കാനും. പക്ഷേ അത് നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടേ? നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യണം. ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒരു തിന്മയും ഈ ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളിലൂടെ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല. അപ്പം ഈ വചനം നിങ്ങൾ ഓർത്തിരിക്കോ? നമ്മൾ ഏത് വചനം ഇപ്പൊ വായിച്ചേ? കൊരിന്ത്യോസ് അധ്യായം 23 വാക്യം. പിന്നെ ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആരോട് ചോദിക്കും? പപ്പയുടെ മമ്മിയുടെ സഹായം കൊണ്ടുവേണം നമ്മൾ ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും എന്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് പപ്പയും മമ്മിയോടും ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഉപയോഗിക്കാൻ. ഇനി നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥരിൽ നാളെ നിങ്ങൾ ഇപ്പം പപ്പയും മമ്മിയും ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളായാലും സൂക്ഷിച്ച് വിവേകത്തോടെ വേണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യാൻ. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുമോ? കൂട്ടുകാരെ, ഇപ്പോൾ മനസ്സിലായില്ലേ മാധ്യമം ദൈവം മനുഷ്യന് തന്ന വലിയൊരു ദാനമാണെന്ന്? പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നാം സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യും. ആശ സിസ്റ്റർ പറഞ്ഞു തന്ന വചനം നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്തോസ് 10:23. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു നമ്മൾ മാതാപിതാക്കളുടെ ഹെൽപ്പ് കൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിനെക്കാട്ടുപരി നമ്മുടെ പേരൻസിനെക്കാട്ടും ഉപരിയായിട്ട് നമുക്കൊരു ബെസ്റ്റ് ആൾ, ഒരു നല്ലൊരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ആരാണത്? ഈശോ. അപ്പം ഈശോ നമുക്ക് കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ജ്ഞാനവും വിവേകവും ഈശോ നമുക്ക് തരും. ഈ കൂട്ടുകാരെ നമ്മുടെ നല്ല കൂട്ടുകാരനായ ഈശോയെ സ്തുതിച്ചുകൊണ്ട് മാധ്യമങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നമുക്ക് കൂട്ടുകാരനായിട്ട് കൂട്ടിക്കൂടും. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ആർ യു റെഡി? ഓക്കെ, സിസ്റ്റർ പാടിത്തരും, നിങ്ങൾ ഏറ്റുപാടാം. ഈശോ ദോസ്തു മേരാ, ഈശോ ദോസ്തു തേരാ. പഠിക്കേ. യേശു ദോസ്തു മേരാ, ഈശോ ദോസ്തു തേരാ. कुचला है यीशु ने शैतान का सुर.
प्यार मेरा, यीशु प्यार तेरा। अपने कोई डर ना कोई फिकर, अपने कोई डर ना कोई फिकर। कुचला है यीशु नहीं शैतान का सुर, कुचला है यीशु नहीं शैतान का सुर। साथ मेरा, यीशु साथ तेरा, यीशु साथ मेरा, यीशु साथ तेरा। अपने कोई डर ना कोई फिकर, अपने कोई डर ना कोई फिकर। कुचला है यीशु नहीं शैतान का सुर, कुचला है यीशु नहीं शैतान का सुर। അപ്പം നമുക്ക് ഓരോരുത്തരും ദൈവം ഒരു വിളി തന്നിട്ടുണ്ട്, ഒരു മിഷൻ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനാണോ ഈശോനെ ഭൂമിയിലേക്ക് അയച്ചത് അത് നിറവേറ്റാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. എന്നീശോയേ, എന്റെ പൊന്നീശോയേ,